ടെക് ടോക്ക് ഫ്രം ദ സ്ക്രാച്ചിന്റെ എംബഡഡ് സിസ്റ്റം ട്രെയിനിങ് ഡേ 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസ് അവരെ കാണിക്കുക. അവർക്ക് ഫ്യൂച്ചറിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണുക. കഴിഞ്ഞ സെഷനിൽ നോക്കിയത് ഒരു സ്വിച്ച് എങ്ങനെ അർഡിനോ യൂനോ ആയിട്ട് ഇന്റർഫേസ് ചെയ്യാന്നാണ് നോക്കിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഈ അറ്റ്മെഗ 328P എന്നുള്ള മൈക്രോ കൺട്രോളർ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യുകയെന്നാണ്. എന്താണ് ഈ സ്റ്റാൻഡ് അലോൺ? നമുക്കറിയാം, ഈ ഒരു ബോർഡ് വാങ്ങുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഐ സി ആണ് ഈ അറ്റ്മെഗ 328P ഡിപ്പ് ഐ സി. ഇനി നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഒരു സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ബോർഡിന്റെ ആവശ്യമില്ല. ഈ ബോർഡ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മളൊരു കോമ്പാക്റ്റ് ആയിട്ട് ഡിവൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റിലേക്ക്, ഒരു പ്രൊജക്റ്റ് മാറി ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫുൾ സർക്യൂട്ടിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഐ സി മാത്രം മതി അല്ലേ? അപ്പൊ എങ്ങനെ ഈ ഐ സി മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അർഡിനോ യുനോ ബോർഡിന്റെ മേലെ കുറച്ച് നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. 13, 12, 11 പറഞ്ഞിട്ട് നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഈ നമ്പറുകളാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ പിന്നായിട്ടും അനലോഗ് പിന്നായിട്ടല്ല നമ്മൾ ഓൾറെഡി അതിൽ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 13ാമത്തെ പിന്ന് ഈ അർഡിനോന്റെ 13ാമത്തെ പിന്നും സെയിം അല്ല. അത് വേറെ വേറെയാണ് ആക്ച്വലി. അത് മാപ്പ് ചെയ്യണം ആക്ച്വലി. അപ്പം എങ്ങനെയാണ് ആ മാപ്പിംഗ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഒരു അറ്റ്മെഗ 328Pന്റെ പിൻ ഔട്ട്. ഇതിനകത്ത് കൊടുത്ത് കണ്ടറിയാം. 1, 2, 3, 4 പറഞ്ഞിട്ട് ഓരോ പിൻ നമ്പർ കൊടുക്കണം. അതായത് ഇങ്ങനെ ഒരു സിമ്പിളിന്റെ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടാവും. നമ്മൾ റിയൽ ഐ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഒരു ചെറിയ ഡോട്ട് ഉണ്ടാവും. ഈ ഒരു ഡോട്ടിൽ നോക്കിയാൽ അറിയാം. ഇവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് തുടങ്ങേണ്ടത്. 1, 2, 3, 4 തുടങ്ങിയിട്ട് ഇവിടെ 14 ഉണ്ടാവും. പിന്നെ 15 തൊട്ടിട്ട് 28 വരെ. 28 പിന്നുള്ള ഒരു ഐ സി ആണ് ഇതിനകത്തുള്ളത്, അറ്റ്മെഗ 328P. ഓക്കെ, നമ്മൾ ഇതിന്റെ എസ് എം ഡിയിലേക്ക് നമ്മൾ മുന്നേ കണ്ടായിരുന്നു. അതിന് 32 പിൻ ഉണ്ടായിരിക്കും. അതെന്താ നമുക്ക് വേറെ സെഷനിൽ നോക്കാം. ഇവിടെ വന്നിട്ട് 28 പിന്നുള്ള ഐ സി ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഡോട്ട് തൊട്ടിട്ടാണ് നമ്മൾ കൗണ്ട് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിൻ ഔട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 7ാമത്തെ പിന്നിലാണ് വി സി സി, അതായത് 5 വോൾട്ട് പ്ലസ് കൊടുക്കേണ്ട 7ാമത്തെ പിന്നിലും 8ാമത്തെ പിന്നിൽ ഗ്രൗണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു, നമ്മൾ നമ്മുടെ മുന്നത്തെ ഇതിൽ സ്വിച്ച് കണക്ട് ചെയ്തപ്പോഴൊക്കെ ഡിജിറ്റൽ പിന്നുകൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അർഡിനോ യുനോ ബോർഡിന്റെ കണക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ഡിജിറ്റൽ പിൻ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ സിയുടെ 15ാമത്തെ പിന്നിലേക്കാണ് മാപ്പ് ആയിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഈ ഡിജിറ്റൽ പിൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് 16ാമത്തെ പിന്നാണ്. അതേപോലെ അനലോഗ് പിന്നുകൾ 0 to 5 വന്നിട്ട് 23 to 28 ആണ് കണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മാപ്പ് ആയിട്ടുള്ളത്. അല്ലാതെ ഈ 12ാമത്തെ പിന്നല്ല ഈ ഡിജിറ്റൽ പിൻ 12 എന്ന് പറഞ്ഞാൽ ഇതിന്റെ 12ാമത്തെ പിന്നല്ല. 12ാമത്തെ പിന്നിൽ ഡിജിറ്റൽ പിൻ 6ആണുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ അർഡിനോ യുനോ ബോർഡ് നോക്കിയിട്ട് 12ാമത്തെ പിന്നിൽ നമ്മൾ LED കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ 13ാമത്തെ പിന്നിൽ LED കണക്ട് ചെയ്ത് വെച്ചിട്ട് കണക്ട് ചെയ്യാമെന്ന് പ്രോഗ്രാമിൽ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ 6ാമത്തെ പിന്നിൽ അല്ലെങ്കിൽ 12ാമത്തെ പിന്നിൽ വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ LED ബ്ലിങ്ക് ആവില്ല. കാരണം ഇതിന്റെ ഐ സിയുടെ 12ാമത്തെ പിന്ന് 6ാമത്തെ ഡിജിറ്റൽ പിൻ 6ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം, എപ്പോഴും ഇത് ഓർമ്മയിൽ വെക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഈ ഐ സി ഇവിടുന്ന് ഊരിയിട്ട് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യും. അതിന് മുന്നേയായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അതിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു ബോർഡിൽ നമ്മുടെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നമ്മുടെ ബ്രെഡ് ബോർഡിൽ LED ബ്ലിങ്ക് ചെയ്യണം. മുന്നത്തെ സെഷനിലൊക്കെ നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് ഓരോ 12ാമത്തെ പിന്നിൽ അല്ലെങ്കിൽ 9ാമത്തെ പിന്നിൽ നിന്നൊക്കെ നമ്മൾ വയർ എടുത്തിട്ട് ബോർഡിൽ LED മാത്രം കണ്ടിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഇത്തവണ നമ്മൾ ഈ ഐ സിയോടെ ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലേക്ക് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യാം. ഫ്ലാഷ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉള്ള പിൻ ഐ സി നമുക്ക് ഊരിയിട്ട് നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം നമ്മൾ മുന്നേ കാണിച്ച പോലെ ഒരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ എക്സാമ്പിളിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാം എടുക്കുകയാണ്. ഇതിൽ 13th പിന്നാണ് സെലക്ട് ചെയ്യണത്. കാരണം ഈ ഒരു LED, ഇതിനകത്ത് കത്തുന്ന LED 13th പിന്നിൽ ഇൻബിൽറ്റ് ആയി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആ LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ബ്ലിങ്ക് LEDന്റെ പ്രോഗ്രാം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫ്ലാഷ് ചെയ്യാൻ കേട്ടോ. ഇവിടെ നോക്കിയാൽ അത് കമ്പൈലായി. ഓക്കെ, ഫ്ലാഷ് ആയി. ഇപ്പോൾ ഫ്ലാഷ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇത് 1 സെക്കൻഡിൽ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഐ സി ഇവിടുന്ന് ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് ഉറക്കിയാൽ നോക്കാം. നമുക്കൊരു ഇത് ഡിസ്കണക്ട് ചെയ്യാം. ഇത് നമ്മൾ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഐ സി ഊരി എടുക്കുകയാണ്. ഐ സി ഇങ്ങനെ മെല്ലെ എടുക്കണം, വളരെ ശ്രദ്ധിച്ചെടുക്കണം. കാരണം നമ്മൾ മൊത്തമായിട്ടൊരു സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിലെ പിന്ന് വളഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കുറച്ച് ഫ്രണ്ടിൽ പൊക്കുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിറകുന്ന് ജസ്റ്റ് മെല്ലെ മെല്ലെ എടുക്കുക.
എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക ഇതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. പ്ലക്കറൊക്കെ യൂസ് ചെയ്തിട്ട് എടുക്കണം. കാലുകളൊന്നും ഡാമേജ് ആവരുത്. വളരെ മെല്ലെ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ IC മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്ന് എടുക്കണം എന്നുള്ള ആവശ്യമില്ല. നിങ്ങളൊരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് IC മാത്രമായിട്ട് വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഇതുപോലെ ചെയ്യണമെന്നില്ല. ഇന്ന് തന്നെ RX TX എടുത്ത് നമുക്ക് ഇതിൽ വെച്ച് ഫ്ലാഷ് ചെയ്യാം. ഞാൻ വേറെ സെഷനിൽ കാണിക്കാം. അതേപോലെ ഒരു പുതിയ IC വാങ്ങുമ്പോൾ ബൂട്ട് ലോഡിങ് ചെയ്യണം. ആ ബൂട്ട് ലോഡിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട മെയിൻ കമ്പോണൻറ്റ് അറ്റ്മെഗ 328P മൈക്രോ കൺട്രോളറാണ്. അത് നമ്മൾ നേരത്തെ അർഡിനോ യുനോന്ന് ഊരിയെടുത്ത് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 16 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റലാണ്. അത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 22 പിക്കോ ഫാരഡിൻ്റെ 2 ഡിസ്ക് കപ്പാസിറ്ററാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 10K റെസിസ്റ്റൻസ് മതി. നമുക്കൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മൈക്രോ കൺട്രോളർ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇത്രയും കമ്പോണൻസ് മതി. നമുക്ക് ഇനി ഒരു ബ്രെഡ് ബോർഡ് എടുക്കാം. ഈ ബ്രെഡ് ബോർഡിലേക്ക് നമ്മുടെ IC ഫിക്സ് ചെയ്യാം. ഈ IC ഫിക്സ് ചെയ്യാനൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പിൻ ഔട്ട് നോക്കി കഴിഞ്ഞു. ആ പിൻ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണാം 9ാമത്തെയും 10ാമത്തെയും പിന്നുകളാണ് ക്രിസ്റ്റൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ആ പിൻ ഔട്ടിൽ നോക്കിയാൽ അറിയാം 9ാമത്തെയും 10ാമത്തെയും പിന്നിൽ ക്രിസ്റ്റൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9ാമത്തെയും പിന്നെ 10ാമത്തെയും പിന്ന് കണ്ടുപിടിക്കാം. 2 3 4 5 6 7 8 9 ഇതാണ് 9ാമത്തെ പിന്ന്. അപ്പോൾ 9ാമത്തെയും 10ാമത്തെയും പിന്നിലേക്ക് നമ്മൾ ഈ ക്രിസ്റ്റൽ കണക്ട് ചെയ്യാണ്. നോർമലി ഇതിലേക്ക് പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. കണക്ട് ചെയ്തു. അപ്പോൾ 9ാമത്തെയും 10ാമത്തെയും പിന്നിൽ ക്രിസ്റ്റൽ കണക്ട് ചെയ്തു. അടുത്ത് നമുക്ക് വേണ്ടത് ഈ 9ാമത്തെയും 10ാമത്തെയും പിന്നിന്ന് ഓരോരോ 22 പിക്കോ ഫാരഡിൻ്റെ ഡിസ്ക് കപ്പാസിറ്റർ വന്നിട്ട് ഗ്രൗണ്ട് ചെയ്യണം. ഈ ഡിസ്ക് കപ്പാസിറ്ററിന് പൊളാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇത് കണക്ട് ചെയ്യാണ്. ഇതാ നമ്മളിപ്പം അതായത് 8ാമത്തെ പിന്ന് വന്നിട്ട് ഗ്രൗണ്ട് ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു ലെഗിൽ നിന്ന് ഇപ്പോൾ കണക്ട് ചെയ്തു. നമുക്ക് മറ്റേ ലെഗിൽ നിന്നും കണക്ട് ചെയ്യാം. അതായത് ക്രിസ്റ്റലിൽ 2 ലെഗിൽ നിന്നാണ് കണക്ട് ചെയ്യണത്. ആക്ച്വലി ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യണത് ഈ ഒരു ക്ലോക്കിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സർക്യൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഈ 10Kയുടെ റെസിസ്റ്റൻസ് നമ്മൾ VCCക്കും നമ്മുടെ റീസെറ്റ് പിന്ന് 1ാമത്തെ പിന്നിന് വേണ്ടി കണക്ട് ചെയ്യണം. കാരണം ഈ റീസെറ്റ് പിന്ന് നമുക്കറിയാം 1ാമത്തെ പിന്നെ റീസെറ്റ് ആണെന്ന് നമ്മൾ മാപ്പിംഗ് നോക്കി അറിയാൻ പറ്റും. ഈ പിന്നെ ഫ്ലോട്ടിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ തന്നെ അതിൽ റീസെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും അതിനെ പുള്ളപ്പ് ചെയ്ത് വെക്കണം. ആ ഒരു പിന്നിലേക്ക് ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രൗണ്ട് ഒരു പൾസ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ആവും. മൈക്രോ കൺട്രോളർ വീണ്ടും പ്രോഗ്രാമിംഗ് ഫ്രം ദ ബിഗിനിങ് റൺ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അത് ഫ്ലോട്ടിങ്ങിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 10K റെസിസ്റ്റൻസ് നമ്മൾ പുള്ളപ്പ് റെസിസ്റ്റൻസ് എന്നിട്ട് കണ്ടു പറഞ്ഞപ്പോൾ നമ്മൾ മറ്റേ സ്വിച്ചിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ സമയത്ത് നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പുൾ ഡൗണും പുള്ളപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പുള്ളപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത കണക്ഷനിൽ നമ്മൾ പറഞ്ഞു നമ്മൾ 13ാമത്തെ പിന്നിലാണ് LED കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് LED ബ്ലിങ്ക് ചെയ്യിക്കുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ആ ഒരു മൈക്രോ കൺട്രോളറിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഒരു LED കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നത്തെ സെഷനിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് കറണ്ട് ലിമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 220 ഓം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് നമുക്കറിയാം ഇതിൻ്റെ 19ാമത്തെ പിന്നാണ് 13th ആയിട്ട്, അതായത് ഡിജിറ്റൽ പിൻ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളറിൻ്റെ 19ാമത്തെ പിന്നാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ കൗണ്ട് ചെയ്യുക, ഇവിടെ 15 15 16 17 18 19 ഈ 19ാമത്തെ പിന്നെന്ന് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്യാണ്. ഇവിടേക്കാണ് കണക്ട് ചെയ്തത് കേട്ടോ. ഇത് എന്തുകൊണ്ട് ഇവിടെ കണക്ട് ചെയ്തെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രെഡ് ബോർഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ആ മേലെ ഉള്ള പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. അടുത്തത് വന്നിട്ട് ഈ ഒരു പിന്നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രൗണ്ട് ചെയ്യാണ്. ഇതിൻ്റെ 22ാമത്തെ പിന്ന്, അതായത് ഈ മാപ്പ് നോക്കി അറിയാം, ഈ ഒരു ICയുടെ 22ാമത്തെ പിന്ന് ഇന്റേണലി ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇത് 19 ആണ്, 20 21 22 ഈ ഒരു പിന്നിലേക്ക് നമ്മുടെ LED-യുടെ നെഗറ്റീവ് കണക്ട് ചെയ്യാം. നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. മുന്നേ നമ്മൾ ഈ മൈക്രോ കൺട്രോളറിലേക്ക് ഫ്ലാഷ് ചെയ്തത് 13ാമത്തെ പിന്നെ ബ്ലിങ്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മൾ ഇതിലേക്ക് ഒരു 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ 5 വോൾട്ടിൻ്റെ സോഴ്സ് നമുക്കിപ്പം പുറത്തുനിന്ന് എടുക്കണ്ട. നമ്മൾ തൽക്കാലം നമ്മുടെ അർഡിനോ യുനോ ബോർഡിൽ തന്നെ നമ്മൾ 5 വോൾട്ടിൻ്റെ സോഴ്സ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് കൊടുക്കുക. കാരണം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് കൊടുക്കണം കേട്ടോ. എപ്പോഴും അതിനനുസരിച്ചുള്ള കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സോഴ്സ് കൊടുക്കുക മൈക്രോ കൺട്രോളറിൽ വർക്ക് ചെയ്യുമ്പോൾ.
ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അർഡിനോ യുനോ ബോർഡ് തന്നെ എടുക്കുകയാണ്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ ഗ്രൗണ്ടും ഉണ്ട്. വേറെ കമ്മ്യൂണിക്കേഷനുകളൊന്നുമില്ല, ജസ്റ്റ് 5 വോൾട്ടും ഗ്രൗണ്ടും മാത്രം എടുത്ത് 5 വോൾട്ട് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ 7ാമത്തെ പിന്നിലാണ് VCC കൊടുക്കേണ്ടത്, 8ാമത്തെ പിന്നിലാണ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ സർക്യൂട്ട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം കറക്റ്റ് പിന്ന് തന്നെയല്ലേ കൊടുത്തത്. എപ്പോഴും നമ്മളത് ചെയ്യണം, വെരിഫൈ ചെയ്യണം കേട്ടോ. നമ്മളിപ്പം VCCയും ഗ്രൗണ്ടും മാറിപ്പോയാൽ IC ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കാം അതിൽ 7ാമത്തെ പിന്നിൽ തന്നെയല്ലേ VCC എന്നുള്ളതെന്ന് വെരിഫൈ ചെയ്യുക എപ്പോഴും. ഇതാണ് 5 വോൾട്ട് വരുന്നത്, ഇവിടെ നിന്നാണ് 5 വോൾട്ട് എടുത്തത്, ഈ ബ്രൗൺ വയർ അത് 7ാമത്തെ പിന്നാണ് കൺഫേം ചെയ്യുക. 7ാമത്തെ പിന്നാണ്, 8ാമത്തെ പിന്ന് ഗ്രൗണ്ട് കറക്റ്റാണ്. അപ്പോൾ പ്ലസും മൈനസും കറക്റ്റായി തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഓൺ ആക്കാം. കണക്ഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 വോൾട്ട് അവിടെ വരും. നമ്മൾ നേരത്തെ പ്രോഗ്രാം ഉണ്ട്, LED ബ്ലിങ്ക് ചെയ്യാനുള്ള പ്രോഗ്രാം ഓൾറെഡി ഇതിൽ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് അവിടെ മൈക്രോ കൺട്രോളർ വർക്ക് ആവും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. നമ്മൾ കണക്ട് ചെയ്യാണ്, ഓണാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം LED ബ്ലിങ്ക് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഒരു വേറെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ജസ്റ്റ് 5 വോൾട്ടേ പോകുന്നുള്ളൂ. അവിടെ നമുക്ക് LED ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ. ബൈ.